അതെ, ഞാൻ എന്റെ നഴ്സിംഗ് കാരിയർ സെറ്റാക്കി. ഞാനിപ്പോ ദുബായിലാണ്. ഇതുപോലെ നിങ്ങൾക്കും രക്ഷപ്പെടണ്ടേ? സർ, ഞാനൊരു 6 മാസം മുമ്പ് സൗദിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഡാറ്റ ഫ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതിപ്പം പ്ലാൻ മാറി ഞാൻ ഖത്തറിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും ഡാറ്റ ഫ്ലോ ചെയ്യേണ്ടതുണ്ടോ? അതുപോലെ തന്നെ ഞാനന്ന് സൗദിയിലേക്ക് ഡാറ്റ ഫ്ലോ ചെയ്തപ്പോൾ സ്റ്റിൽ വർക്കിംഗ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, അന്ന് വെച്ച രജിസ്ട്രേഷൻ ഇപ്പം എക്സ്പയർ ആയിട്ടുമുണ്ട്. ഇതെങ്ങനെ ക്ലിയർ ചെയ്യാന്നൊന്ന് പറഞ്ഞുതരുമോ? യെസ്, ഇതുപോലത്തെ കുറച്ച് ഡൗട്ട്സ് നമുക്ക് വരാറാണ് ഡാറ്റ ഫ്ലോ റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇതിൽ ചോദിച്ചേക്കുന്നത് ഒരാൾ 6 മാസം മുമ്പ് സൗദി ഡാറ്റ ഫ്ലോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ ഖത്തറിലോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നു. മാത്രമല്ല, അന്ന് ചെയ്ത എക്സ്പീരിയൻസ് സ്റ്റിൽ വർക്കിംഗ് ആയിരുന്നു വെച്ചത്. എക്സ്പീരിയൻസ് അല്ല, സ്റ്റിൽ വർക്കിംഗ് വെച്ചു. അന്ന് ചെയ്ത രജിസ്ട്രേഷൻ എക്സ്പയർ ആയിട്ടുണ്ട്. സോ സിംപ്ലി അവർക്ക് ആ സൗദി ഡാറ്റ ഫ്ലോയെ ഖത്തറിലോട്ട് കൺവേർട്ടും ചെയ്യാം. എക്സ്പയർ ആയ രജിസ്ട്രേഷൻ്റെ പുതിയ സർട്ടിഫിക്കറ്റ് അതിലോട്ട് ആഡ് ഓൺ ചെയ്യാം. അന്നത്തെ സ്റ്റിൽ വർക്കിംഗ് മാറ്റിയിട്ട് അവരിപ്പം കറന്റ് വർക്കിംഗ് അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടെ ആഡ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി പല ആളുകൾക്കും ഡാറ്റ ഫ്ലോയെ കുറിച്ചിട്ട് നല്ല ഡൗട്ട്സ് ഉണ്ടാവും. ഡാറ്റ ഫ്ലോ എന്താണ്, അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ ഫ്ലെക്സിബിൾ ആണോ എന്നൊക്കെ ഉള്ളത്. സിമ്പിളായിട്ട് പറയാം, ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത് ആക്ച്വലി ഫ്ലെക്സിബിൾ ആയിട്ടൊരു സംഭവമാണ്. നിങ്ങൾ വൺസ് ഒരു കൺട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിത്തിൻ 3 മന്ത്സോ അല്ലെങ്കിൽ 6 മന്ത്സോ നിങ്ങൾ മറ്റൊരു കൺട്രി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഒരുപാട് പൈസ അടുത്തൊരു കൺട്രിക്ക് വേണ്ടി മുടക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിൻ്റെ ഓപ്ഷൻ. സോ ഡാറ്റ ഫ്ലോയെ കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ട്സോ അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എജുവിസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്.